ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ISLലെ മൂന്നാമത്തെ മത്സരത്തിന് വേണ്ടി നാളെ ഇറങ്ങുകയാണ്. എതിരാളികൾ ഇന്റർകാശിയാണ്. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 5 മണിക്ക് കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നമുക്ക് കാണാൻ കഴിയുക. ആദ്യത്തെ 2 മത്സരങ്ങളിലും പരാജയപ്പെട്ട ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരത്തിൽ ഒരു തിരിച്ചുവരവ് അനിവാര്യമാണ്. ഏതായാലും ഇതിന് മുന്നോടിയായുള്ള പ്രസ് കോൺഫറൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഡേവിഡ് കാറ്റില ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ മുംബൈ സിറ്റിക്കെതിരെയുള്ള മത്സരത്തിന്റെ ആദ്യ അരമണിക്കൂർ ബ്ലാസ്റ്റേഴ്സ് നന്നായി കളിച്ചിരുന്നു എന്നാണ് ഡേവിഡ് കാറ്റില ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഇന്റർകാശിയെ അദ്ദേഹം പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. അവർ വളരെയധികം കരുത്തരായ ഒരു ടീമാണ് എന്നാണ് കാറ്റില ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കഴിഞ്ഞ മത്സരത്തിന്റെ ആദ്യ അരമണിക്കൂർ നമ്മൾ നന്നായി കളിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം 90 മിനിറ്റും ഇതുപോലെ നന്നായി കളിക്കുക എന്നുള്ളതാണ്. ടീം നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. താരങ്ങളുടെ മെന്റാലിറ്റി ശരിയായ പാതയിൽ തന്നെയാണ്. ഇന്റർകാശി വളരെയധികം കരുത്തരാണ്. പ്രത്യേകിച്ച് അവരുടെ ഡിഫൻസ് മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഡേവിഡ് കാറ്റില പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു പോയിന്റ് പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. അത് നിരാശാജനകമായ കാര്യമാണ്. ഇന്റർകാശിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 2 സമനിലകൾ അവർ വഴങ്ങിയിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ ഗോവയോട് സമനില വഴങ്ങി. പിന്നീട് ഒഡീഷ FC ആണ് ഇന്റർകാശിയെ സമനിലയിൽ തളച്ചത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.